കരിമീൻ മപ്പാസ് കറി. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കിയ കരിമീൻ, തക്കാളി, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള. കരിമീൻ ഹാഫ് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായത്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ. കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ ഒക്കെ നമുക്ക് ആക്കിയെടുക്കണം. അതിനാണ് വെള്ളം ഒഴിച്ചത്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം പേസ്റ്റ് രൂപത്തിലാകുന്നിടം വരെ ഇളക്കിയിട്ട് ഓരോ കരിമീൻ അതിലോട്ടിട്ട് നല്ലവണ്ണം പുരട്ടിയെടുക്കണം. എല്ലാ സ്ഥലത്തേക്കും ആകുന്ന പോലെ നല്ലതായിട്ട് പുരട്ടണം. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കരിമീൻ ഓരോന്നായിട്ട് ഇടുക. ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണേ. അത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഓരോന്നായിട്ട് പൊടിയാതെ എടുത്തു മാറ്റണം. മറ്റൊരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിന് കുറച്ച് മസാല തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കൊച്ചുള്ളി എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നതിന് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇടുക. ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന സാധനത്തിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറുന്നത് വരെ ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കണേ. പച്ചമണം മാറുന്നിടം വരെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് 1 കപ്പ് തേങ്ങാപ്പാൽ നമ്മളിതിലേക്ക് ഒഴിച്ച് നല്ലതായി ഇളക്കുക. നല്ലതായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ തിള വരുമ്പോൾ ഓരോ കരിമീനായിട്ട് എടുത്തിടണം. പൊടിയാതെ സൂക്ഷിച്ചിടണം. ഇതിലേക്ക് നമ്മൾ വട്ടം അരിഞ്ഞു വെച്ച തക്കാളി ഇല്ലേ, അതുകൂടി ഇടണം. അത് ഇതിൻ്റെ പൊക്കത്തോട്ടിട്ട് ഇത് നമ്മൾ നല്ലതായിട്ട് മൂടി വെക്കണം. 2-3 മിനിറ്റ് മൂടി വെച്ച് ഇത് തിളക്കട്ടെ. അവിടെ ഇരുന്ന് ഇതിലേക്ക് താളിക്കുന്നതിനാവശ്യമായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് ഇടണം. എന്നിട്ട് നമ്മൾ കരിയാതെ ഇളക്കണേ. നല്ലതായി ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില, 2-3 വറ്റൽമുളക് എന്നിവയിട്ട് നല്ലവണ്ണം ഇളക്കുക. ഇളക്കി ആ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മളതെടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച കരിമീൻ മപ്പാസ് കറിയിലോട്ട് അതെല്ലാ ഭാഗത്തും വീഴുന്ന പോലെ ഇടുക. കുറച്ച് ഇടണേ. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് 3-4 മിനിറ്റ് കഴിയുമ്പോൾ സെർവ് ചെയ്യുക. ഇത് കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.